വിനീത, ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി അവിടെ നിന്ന് അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുതുതായി ഏതെങ്കിലും ഈ ഡ്രോൺ ആക്രമണ ശ്രമത്തിൻ്റെ വിവരങ്ങൾ അമൃത്സറിലോ ഗുരുദാസ്പൂരിലോ ഫിറോസ്പൂരിലോ ആ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടോ? സൈറനുകൾ മുഴങ്ങുന്ന വിവരം പുതുതായി കിട്ടുന്നുണ്ടോ എവിടെന്നെങ്കിലും? വിജയകുമാർ, ഈ തരൺ എന്ന് പറയുന്ന മേഖലയിൽ ഇപ്പോൾ സൈറൻ മുഴങ്ങിയിരിക്കുന്നു എന്നൊരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലാണ്. ഇവിടെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ അമൃത്സറിൽ ഇതിനോടകം തന്നെ 5 ഇടങ്ങളിൽ ഈ വലിയ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ചില മേഖലകളിലേക്കൊക്കെ തന്നെ ഡ്രോൺ ആക്രമണങ്ങൾ, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഫിറോസ്പൂരിലടക്കം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് തന്നെ അതിശക്തമായി സൈന്യം തിരിച്ചടിക്കുന്നുമുണ്ട്. ഇപ്പോൾ നമുക്കൊരു വിവരം ലഭ്യമായിരിക്കുന്നത് ഈ അമൃത്സറിൽ നിർവീര്യമാക്കിയ ഒരു ഡ്രോൺ അത് അമൃത്സർ മേഖല കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ നിർവീര്യമാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഈ ചൈൻപൂരിലെ ഒരു മേഖല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മേഖലയിൽ പോലീസും ഒപ്പം തന്നെ അവിടെയുള്ള നാട്ടുകാരും ഒക്കെ കൂടി ചേർന്ന് ആ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ആ മേഖലയിൽ കിടക്കുന്നുണ്ടോ എന്നൊക്കെ തുടർന്ന് അവർ പരിശോധിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ ചില ദൃശ്യങ്ങളാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ പൂർണ്ണമായും ഈ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഓരോ മേഖലകളിലേക്ക് നമുക്ക് അവിടെ എത്തിപ്പെടുന്നതിനും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അറിയുന്നതിനും ഒക്കെ അതിനായിട്ടുള്ള ചില പരിമിതികൾ കൂടി ഈ ഘട്ടത്തിലുണ്ട്. പക്ഷേ എങ്കിൽ പോലും നമുക്കിപ്പോൾ ലഭ്യമാവുന്ന വിവരം അനുസരിച്ച് പഞ്ചാബിലെ ജനവാസ മേഖലയായ ഗുരുദാസ്പൂർ, ഫിറോസ്പൂർ തുടങ്ങിയ മേഖലകളിൽ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നു. ആ മേഖലകളിൽ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലേക്കുള്ളൊരു ആക്രമണം പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. ആ മേഖലകളിൽ ശക്തമായി തന്നെ ഇന്ത്യൻ പ്രതിരോധ സംവിധാനം ശക്തമായി തന്നെ തിരിച്ചടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു റിപ്പോർട്ട് എന്ന തരത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഫിറോസ്പൂരിലെ കാര്യമാണ്. ഫിറോസ്പൂരിൽ 3 പേർക്ക് പരിക്കേറ്റതായിട്ടൊരു വിവരം ലഭ്യമാകുന്നുണ്ട്. പക്ഷെ അത് ആ ഡ്രോൺ ഏതെങ്കിലും തരത്തിൽ ആ വാഹനത്തിൽ പതിച്ചതാണോ പരിക്കേൽക്കാൻ കാരണമെന്നുള്ളതിൽ ചില സ്ഥിരീകരണങ്ങൾ കൂടി നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ നിലവിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ 3 പേരിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പത്താൻകോട്ടിൽ ഏതാണ്ട് 20ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടൊരു വിവരം ലഭ്യമാകുന്നുണ്ട്. അത് 5 മുതൽ 6 മിനിറ്റിനിടയിലാണ് ഇത്തരത്തിലേക്കുള്ള വലിയ ശബ്ദങ്ങൾ കേട്ടതായിട്ടാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പത്താൻകോട്ട് മേഖല കേന്ദ്രീകരിച്ച് വന്ന ഡ്രോണുകളെ അതിശക്തമായി തന്നെ സൈന്യം തിരിച്ചടിച്ചു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഈ അമൃത്സറിൽ മേഖലയിൽ ഡ്രോൺ നിർവീര്യമാക്കിയിരിക്കുകയാണ് സൈന്യം, തകർത്തിരിക്കുകയാണ് സൈന്യം. അതിന്റെ അവശിഷ്ടങ്ങൾ ആ മേഖലകളിൽ വീണിട്ടുണ്ടോ എന്ന് അവർ പരിശോധിക്കുകയാണ്. അത് പഞ്ചാബ് പോലീസും ഒപ്പം തന്നെ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പോലീസിനൊപ്പമുണ്ട്. അവർ ഇരുട്ടാണ്, അവരുടെ കയ്യിലുള്ള ചെറിയ വെളിച്ചമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ മേഖലകളിലൊക്കെ തന്നെ പരിശോധന നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫിറോസ്പൂരിൽ ഇതുവരെ ഏതാണ്ട് 50ഓളം ഡ്രോണുകൾ തിരിച്ചറിഞ്ഞ് തകർത്തുന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പഞ്ചാബിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമീണ മേഖലയാണ് ഈ ഫിറോസ്പൂർ എന്ന് പറയുന്ന മേഖല. അവിടെ ഈ കൃഷിയൊക്കെ ഉപജീവന മാർഗമാക്കി ജീവിക്കുന്ന ആളുകളാണ്. ആ മേഖലയിലാണ് ഇത്തരത്തിലേക്കുള്ളൊരു ആക്രമണത്തിനുള്ളൊരു സാധ്യത പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം നേരത്തെ ഈ ആക്രമണം ഉണ്ടായത് പേമാക്കി ഗ്രാമം, ആ ഗ്രാമത്തിലാണ് ഈ ഡ്രോൺ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരം നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ശരി വിനീത, എന്തായാലും ഒരു കാര്യമുള്ളത്, വിനീത സുരക്ഷിതമായി തന്നെ നിൽക്കുക. അത് അവിടെ ബ്ലാക്ക് ഔട്ട് മേഖലയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുകയും വേണം. അത് ദൃശ്യങ്ങളിൽ കാണാം, നമ്മളത് പാലിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ സുരക്ഷിതമായി മാറി നിൽക്കുക. ഈ ആശങ്കാജനകമായ സാഹചര്യം മാറിയതിനു ശേഷം വിശദമായി നമുക്ക് സംസാരിക്കാം. എന്തായാലും ആ മേഖലയിൽ ഇപ്പോൾ തരൻതാരനിൽ സൈറൻ കേട്ടു, അത് കുറച്ച് സമയമായി. അതല്ലാതെ മറ്റിടത്ത് നിന്ന് ഇപ്പോൾ അപായ മുന്നറിയിപ്പുകളില്ല എന്നാണ് വിനീത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ ഡൽഹിയിലേക്ക് പോകുന്നു. ആർ അച്യുതനുണ്ട്. അച്യുതൻ, എന്താണ് ഡൽഹിയിലെ അവസ്ഥ? ഇന്നലെ ഡൽഹിയിൽ നിന്ന് ആളുകളെ ചില തെരുവുകളിൽ നിന്നൊക്കെ, ഇന്ത്യ ഗേറ്റിൻ്റെ പരിസരത്തു നിന്നൊക്കെ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ പോലീസ് പറയുന്നത് കേട്ടിരുന്നു. അവിടെ എന്തൊക്കെ അനൗൺസ് ചെയ്യുന്നതൊക്കെ കേട്ടിരുന്നു, വീടുകളിലേക്ക് മടങ്ങാനൊക്കെ. ഇന്ന് അത്തരം സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും? പൊതുവെ ഈ യോഗങ്ങളൊക്കെ, ഉന്നതതല യോഗങ്ങളൊക്കെ കഴിഞ്ഞോ? എന്താണ് ഇതിൻ്റെ മറുപടി? ഒരുപക്ഷെ പാകിസ്ഥാനിൽ പലയിടത്തും കിട്ടുന്നുണ്ടാകും. അതിൻ്റെ വിവരങ്ങൾ പിന്നീടായിരിക്കാം സേനാ കേന്ദ്രങ്ങൾ ഔദ്യോഗികമായി അറിയിക്കുക. അത് വരട്ടെ, നമുക്ക് ആ ഘട്ടത്തിൽ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കാം. ഡൽഹിയിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും അച്യുതൻ ഇപ്പോൾ? വിജയകുമാർ, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ടു പിന്നാലെ തന്നെ ഡൽഹിയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. നിലവിൽ നമുക്ക് ഈ സാഹചര്യങ്ങൾ പുറത്തേക്ക് പോയാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഈ ബാരിക്കേഡുകളടക്കം രാത്രിയിൽ വിന്യസിച്ചുകൊണ്ട്
വാഹന പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തന്ത്രപ്രധാന മേഖലകൾ, തന്ത്രപ്രധാനമായിട്ടുള്ള അതായത് മന്ത്രാലയങ്ങൾ സ്ഥിതി ചെയ്യുന്ന നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ, ഒപ്പം തന്നെ രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടുന്ന പാർലമെന്റ് സമുച്ചയം ഉൾപ്പെടുന്ന ആ മേഖലകളെല്ലാം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യ ഗേറ്റ് പോലുള്ള ഇടങ്ങൾ, ഈ പ്രധാനമായും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഡൽഹിയിലെ, അവിടെയും ഇത്തരത്തിലുള്ള ചില നിരീക്ഷണങ്ങൾ നടത്തി വരികയാണ്. ഏതെങ്കിലും തരത്തിൽ രാജ്യ തലസ്ഥാനമാണ്, തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഇടമാണ്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യവും നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ ഡൽഹിയിൽ സ്വീകരിച്ചു വരികയാണ്. ഇന്ന് ഈ അപായ സൈറന്റെ അതിൻ്റെ ഒരു പരീക്ഷണം ഇന്ന് നടത്തിയിരുന്നു. ITOയിലായിരുന്നു നടത്തിയത്. ഇനി കൂടുതൽ ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ അപായ സൈറനുകൾ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. അതായത് പാക് പ്രകോപനം തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഒരു മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇപ്പോൾ അത്തരം കാര്യങ്ങൾ സ്വീകരിച്ചു വരുന്നത്. ഈ വലിയ, അതായത് പഞ്ചാബിനോട് ചേർന്ന പാകിസ്ഥാൻ അതിർത്തി, അത് തൊട്ടടുത്താണ് ന്യൂഡൽഹിയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി വിലയിരുത്തിക്കൊണ്ട്, സുരക്ഷാ സാഹചര്യങ്ങളും ഒപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങളും എല്ലാം വിലയിരുത്തിക്കൊണ്ടുള്ള നീക്കങ്ങൾ ന്യൂഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നു. ഒപ്പം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിർണായകമായിട്ടുള്ള യോഗങ്ങൾ, അത് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന കൂടിക്കാഴ്ചകൾ, ഇന്ന് മാത്രം നിരവധി യോഗങ്ങളാണ് പ്രധാനമന്ത്രിയുടെ വസതി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ മന്ത്രാലയങ്ങൾ സുപ്രധാനമായിട്ടുള്ള യോഗങ്ങൾ ചേർന്നു. ധനമന്ത്രാലയം നിർണായകമായിട്ടുള്ള യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തു. ആഭ്യന്തര മന്ത്രാലയവും ഇന്ന് യോഗം ചേരുന്നൊരു സാഹചര്യമുണ്ടായി. BSF DGയും CISF DGയും ആ യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം ഈ സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് ഒരു കത്ത് നൽകുന്ന സാഹചര്യമുണ്ട്. ഒരു കത്ത് അയക്കുന്നു, അതിൽ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ കൂടി അറിയിക്കുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടങ്ങൾക്ക് ഇതിനോടകം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ, അത് കൃത്യമായ ഏകോപനത്തോടു കൂടി സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോകണം. കാരണം ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെ ഏകോപനമുണ്ടെങ്കിലേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൂടുതൽ അപായങ്ങൾ സൃഷ്ടിക്കാത്ത തരത്തിലേക്ക് നമുക്കത് നിയന്ത്രിക്കാൻ കഴിയും.